കാർമേഘം ഇരുണ്ടുകൂടുന്നത് കണ്ടാൽ ചങ്കിടിക്കും വയനാട്ടുകാർക്ക്. കുത്തിയൊലിച്ചെത്തി കരള് പറിച്ച് കടന്നുപോയിട്ട് അധിക കാലമായില്ലല്ലോ. ഉള്ളിൽ ആധിയാണ്, മഴയെ പേടിയാണ്. പടിഞ്ഞാറ് പെരുമഴ പെയ്തപ്പോഴേ പേടിച്ചതാണ് ബാണാസുര നിറയുമെന്ന്. ബാണാസുര തുറക്കേണ്ടി വരുമെന്ന് ഇന്നലെ അറിഞ്ഞതാണ്. ഇന്ന് പകൽ 10 മണിക്ക് മുന്നറിയിപ്പായി അപായ സൈറൻ മുഴങ്ങി. വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 50 ക്യൂബിക് മീറ്റർ വെള്ളം പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വെള്ളമാണ് പരമാവധി തുറന്നുവിടുക എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. അത് 8 ക്യൂബിക് മീറ്ററിലാണ് തുടങ്ങുക. ഘട്ടം ഘട്ടമായി 50 ക്യൂബിക് മീറ്റർ വരെ തുറന്നുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം ഈ ഡാം ഷട്ടർ തുറക്കുന്ന കാര്യം അറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് ആദ്യഘട്ടത്തിൽ 3 സൈറനുകൾ മുഴക്കി. അതിന് മുൻപ് തന്നെ മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് 10:08 ഈ ഒരു ഷട്ടർ, മൂന്നാമത്തെ ഷട്ടർ മാത്രമാണ് ഉയർത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഡൗൺ സ്ട്രീമിന്റെ കരയിലുള്ള ആളുകൾ ജാഗ്രത പുലർത്തിയാൽ മതി, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മാത്രമല്ല 2018 പ്രളയത്തിന് ശേഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവോടുകൂടി, അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ KSEB ഷട്ടറുകൾ തുറക്കാറുള്ളൂ. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാ മുന്നറിയിപ്പുകളും നൽകിയതിന് ശേഷം എല്ലാ ജാഗ്രതയോടും കൂടിയാണ് ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. വൈദ്യുതി തഹസിൽദാരും കൽപ്പറ്റ DYSPയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഡൗൺ സ്ട്രീമിന്റെ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ മീൻ പിടിക്കാനോ മറ്റോ പുഴയിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ ജാഗ്രതയും പുലർത്തുന്നുണ്ട്. നിരവധി ആളുകൾ ഷട്ടർ തുറക്കുന്നത് കാണാൻ ബാണാസുര സാഗർ ഡാമിന് പരിസരത്തെത്തിയിരുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. നല്ല എക്സ്പീരിയൻസ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം തുറന്നതിന് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 9:45 ആകുമ്പോഴേക്ക് നമ്മളിവിടെ വന്നു നിന്ന്. ഞാൻ വയനാട്ടുകാരിയാണ്, പക്ഷെ ആദ്യത്തെ കാഴ്ചയാണ്, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ ഹസ്ബൻഡ് കണ്ണൂരുകാരനാണ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കാണുന്നതൊക്കെ. നല്ലൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഡാം തുറക്കുന്നതും ഡാമൊക്കെ കാണുന്നത് തന്നെ. വയനാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണാൻ വന്നത്. അല്ല, നമ്മളിതൊക്കെ കാണണ്ടേ, നമ്മള് ചെറുപ്പത്തിൽ ഇതൊക്കെ കാണണ്ടേ, നല്ല രസമല്ലേ, അതും കൊണ്ട് വന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ നേരത്തെ അറിയിച്ചതുപോലെ ബാണാസുര സാഗർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നിരിക്കുന്നു. വെള്ളം പുഴയിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും KSEBയും നൽകുന്നത്. വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും പനമരത്തും ഭയമേറുകയാണ്. കബനിയുടെ കരയിൽ കരുതലോടെ ഈ കാലവർഷക്കാലത്ത്. പുളിഞ്ഞാലിൽ നടവഴിയിൽ പൊടുന്നനെ പിറന്നത് അഗാധ ഗർത്തം. ഭീതിപ്പെടുത്തുന്ന വാർത്തയും ദൃശ്യവും. വെള്ളമുണ്ട പഞ്ചായത്തിൽ ബാണാസുര മലനിരകളുടെ താഴ്വരയിലുള്ള പുളിഞ്ഞാലിലാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ മലയിലേക്കുള്ള റോഡിൽ ഒരു ഗർത്തം രൂപപ്പെട്ടത്. പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു കുഴി രൂപപ്പെട്ടത്. വലിയ വ്യാസത്തിലുള്ള കുഴിയാണ്, അതിനകത്ത് വെള്ളവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴതിൻ്റെ ആഴം എത്രയെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നലെ രാത്രി മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം അത് വലുതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ കൂടുതൽ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്താണെങ്കിലും ഇതിൻ്റെ പരിസരത്ത് നെല്ലിക്കച്ചാൽ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന 26 കുടുംബങ്ങളെ ഇന്നലെ വൈകിട്ട് തന്നെ പുളിഞ്ഞാൽ സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇന്നലെ വൈകിട്ട് തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ബിജീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പുളിഞ്ഞാൽ സെക്ഷൻ ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ബിജീഷ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഏത് സമയത്താണ് ഇങ്ങനൊരു ഗർത്തം രൂപപ്പെട്ടത്? ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു, ഇത്ര വലുപ്പമൊന്നുമില്ലായിരുന്നു, വളരെ ചെറുതായിരുന്നു. പക്ഷേ ഒരു 6-6:30 ആകുമ്പോഴേക്ക് ഈ സംഭവത്തിന് കുറച്ച് വീതി കൂടി വന്നു. കല്ല് വന്ന് പതിച്ചതല്ല, ഈ കല്ല് ഇവിടെ തന്നെ ഉള്ളതാണ്. പക്ഷെ അത് ഇളകി കുറച്ച് ഉള്ളിലേക്ക് വന്നാണ്. നല്ല ആഴമുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ കല്ലൊക്കെ ഇട്ട് നോക്കുമ്പോൾ നല്ല
നല്ല സൗണ്ടിലാണ് വെള്ളം മേലേക്ക് ഇതാകുന്നത്. നീർച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നേരത്തെ? ഇതുവരെ ഇല്ല. ഞാനിവിടെ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന വഴിയാണ്. നിങ്ങൾ മലയിലേക്ക് ഫീൽഡ് പോകുന്ന വഴിയാണ്. ഇതെല്ലാം നമ്മൾ നടന്ന് മേലേക്കാണ് പോകാറ്. ഇവിടെ ഇതുവരെ നീർച്ചാല് കാര്യങ്ങളില്ല. റോഡാണ്. അത് വലിയ വണ്ടികളടക്കം ടിപ്പർ അടക്കം പോകുന്ന റോഡായിരുന്നു. പെട്ടെന്നാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്നൊരു വിദഗ്ധ പരിശോധനയൊക്കെ നടക്കുമായിരിക്കും. ഉണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ജിയോളജിയുടെ വകുപ്പ് എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നത്. എന്തായാലും ഇത് ബാണാസുര മലനിരകളുടെ താഴ്വരയിലായതുകൊണ്ട് തന്നെ ഈ കുഴി രൂപപ്പെട്ടത് ഒരു ആശങ്കയ്ക്ക് ഇടയാക്കി. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അതിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ. ഇന്നലെ രാത്രി മുതൽ വയനാട്ടിൽ മഴയുടെ ശക്തി കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഓരോ വർഷവും വിങ്ങലോടെ കഴിച്ചുകൂട്ടുന്നു വയനാട്ടുകാർ. ദുരന്തകാലത്തേക്ക് മടങ്ങാതിരിക്കാൻ അധികാരികളുടെ അശ്രാന്ത പരിശ്രമം അനിവാര്യം. 2025 ജൂൺ എന്ന് പറയുന്നത് 2018 ജൂൺ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിട്ടുള്ള ഒരു ജൂൺ മാസം തന്നെയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു 50% മുകളിൽ അതിവൃഷ്ടി നമ്മുടെ വേനൽ മഴയും ലഭിച്ചിട്ടുണ്ട്. ആ വേനൽ മഴയുടെ ഭാഗമായി തന്നെ മണ്ണെല്ലാം തന്നെ നനഞ്ഞ് അതിൻ്റെ ഒരു സാച്ചുറേഷൻ ലെവലിൽ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അതോടൊപ്പം ഇപ്പോൾ ഈ ഇടവിട്ട് പെയ്യുന്ന മഴ കൂടിയാവുമ്പോൾ പല സ്ഥലത്തും അത് വെള്ളക്കെട്ടിലേക്കും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലേക്കും അതുപോലെ ശക്തമായ കാറ്റ്, മിന്നൽ ഇവയൊക്കെ ഈ അടുത്തിടയിൽ മാത്രമാണ് നമ്മൾ മൺസൂൺ സമയത്ത് ഇത്ര ശക്തമായിട്ടുള്ള മിന്നൽ കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ ഈ പ്രത്യേകിച്ച് മൺസൂൺ മേഘങ്ങളുടെ ഘടനയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അത് വളരെ പ്രകടമായി തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ അത് ഇടപെടേണ്ടതാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള പ്രതിനിധികൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ അവർക്കായിരിക്കും ആ പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ ജോഗ്രഫിയെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെക്കും തൽസ്ഥിതിക്ക് മാറ്റമില്ല. മണിമലയാറും അച്ചൻകോവിലാറും ആധിയേറ്റി ഉയരുകയാണ്. തൊടുപുഴയാറിലും ജാഗ്രത. 16-ലധികം ഡാമുകൾ തുറന്നു. മലമ്പുഴയിൽ എല്ലാ ഷട്ടറുകളും ഉയർത്തി. ഡാം തുറന്നെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതൊരു റൂൾ കർവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഡാം തുറന്നത്. 111 മീറ്റർ വെള്ളമുണ്ട്. 110 റൂൾ കർവ്. അപ്പോൾ 1 മീറ്റർ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ 4 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം തുറന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ ഈ 2 പുഴകളിലും വെള്ളം ഉയരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ താമസിക്കുന്നവർ, ആ പുഴയുടെ ഓരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. +1-ലും 10-ലും പഠിക്കുന്നതാണ്, ചേട്ടനനിയന്മാരാണ്. ഇന്ന് ക്ലാസ് ഇല്ല, കളക്ടർ അവധി തന്നിട്ടുണ്ട്, അത് കാരണം ഇവിടെ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളിവിടെ എത്തിയത് മലമ്പുഴ ഡാമിന്റെ വ്യൂ ഒക്കെ കാണുക. നിങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ സേഫ് ആണോ? ഞങ്ങളൊക്കെ സേഫ് ആണ്. ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റിലാണ്. ഉയർന്ന സ്ഥലമാണ്. അവിടെ വേറെ ഏതെങ്കിലും മേഖലയിൽ വെള്ളം കയറും അങ്ങനെ വല്ല മുന്നറിയിപ്പുകൾ വന്നിരുന്നോ? വേറെ ഇല്ല, ഇവിടെ ഒരു പതിപ്പാലം ഉണ്ടല്ലോ, അവിടെ ചിലപ്പോ മുട്ടി ലെവലിലാണ് പോണത്. ചിലപ്പോ അതിൽ കയറാൻ സാധ്യത. ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം നിലവിൽ കാണുന്നില്ല എങ്കിൽ കൂടി ഭാരതപ്പുഴയിൽ പട്ടാമ്പിയിലും തൃത്താലയിലും ഒക്കെ കഴിഞ്ഞ ദിവസം ശക്തമായ നീരൊഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ഇന്നലെ ഉച്ച മുതൽ ഇന്ന് വരെ ഇന്നൊക്കെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. 10 മണിക്ക് ഉദ്യോഗസ്ഥരെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം 10:30 ഡാം ഉയർത്തിയത്. ഇന്നലെ മുതൽ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. അപ്പർ ഷോളയാർ തുറന്നത് ചാലക്കുടി പുഴയോരത്തും ചങ്കിടിപ്പേറ്റിയേക്കാം. പെരുമഴയായിരുന്നു ഇന്നലെയും. അവർ അറിഞ്ഞതേയില്ല കയറിക്കിടന്ന കൂരയ്ക്ക് കീഴെ മഴ വീണ് മുറിവേറ്റിട്ടുണ്ടെന്ന്.
പുറച്ച പൊടുന്നനെ നിലംപൊത്തി. 2 നിലപ്പൊക്കമുള്ള കൂറ്റൻ കെട്ടിടം. അതിഥി തൊഴിലാളികളായിരുന്നു ഇവർ. ജീവനും കൊണ്ടോടി ചിലർ. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് കോൺക്രീറ്റ് കൂമ്പാരം, കേട്ടത് നിലവിളികൾ. കൈപിടിച്ചു കയറ്റി പലരെയും. കൂട്ടുകാരും കൂടപ്പിറപ്പും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. പാതി വെളുത്ത നേരത്ത് നെഞ്ചു തകർന്നവർ ഇരുന്നു. കൂട്ടത്തിൽ 3 പേർ കൂമ്പാരങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയെന്ന്. तीनों आदमी इधर है। क्या हुआ उस समय? वो टाइम वो सुबह 6 बजे का अंदर मैं सोया था। मेरा भाई मेरे को बोला वो बिल्डिंग हिल रहा है भाई नीचे जाओ। वो बिल्डिंग में 2 सीढ़ी है, हम लोग पीछे सीढ़ी से भाग गया और हम भाई लोग इधर से के अंदर कहा था वो ऊपर था, ऊपर से वो नीचे आ रहा था। वो इस टाइम वो सीढ़ियाँ ना बाकी आदमी उधर से भागा और 3 आदमी इधर से भागा। वो भागने का टाइम वो गिर गया था, बिल्डिंग भी गिर गया। हाँ साउंड सुनकर हाँ ऊपर से नीचे आ रहा था, कोनी से नीचे आ रहा था। उस टाइम गिर गया। नीचे लोग नहीं था, नीचे सिर्फ वो 3 लोग ऊपर से आ रहा था नीचे. ഒരു നിമിഷം പോലും കളയാതെ തുടങ്ങി രക്ഷാദൗത്യം. ജീവനോട് ബലിടുന്ന ആ 3 പേർക്കും രക്ഷാകരമേകാമെന്ന് കരുതി നാട്ടുകാരും കൈകോർത്തു. പുറത്തേക്ക് വന്നാണ് ഓടി വന്നോണ്ടിരിക്കുമ്പോഴാണ് പണിക്ക് പോയോണ്ടിരിക്കും. ബാക്കിയുള്ള ബാക്കിലെ സീഡി കൂടെ ഇറങ്ങിപ്പോയി. 2 സീഡി ഉണ്ട്, അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇതിലെ ഇറങ്ങി വന്നിട്ട് അപ്പൊ ഇവിടെ ഇത് ആദ്യം മാറ്റുന്നത് 2 ജേസിബി കൊണ്ട്. പണിക്ക് പോണ ടൈമാണ്, 6 മണിക്ക് അവർ ഇറങ്ങുന്ന ടൈമിലാണ് ഇത് സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഇളക്കാൻ അപ്പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി, ഇവിടെ ഇറങ്ങിയവരാണ് ഇതിന്റെ അടിയിൽ പെട്ടുണ്ടായിരിക്കുക. 6 പേര് ബാക്കിലൂടെ പോയി, ബാക്കിൽ കൂടെ ഉണ്ട്. ബാക്കി 3 പേര് ഇതിലെ വരായിരുന്നു. സംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന പല ബില്ലുകളും നമ്പറിടാതെ പല അനിയന്ത്രിതമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരെ ഈ താമസിപ്പിക്കുന്ന ആളുകളെ വിളിച്ച് നമ്മൾ പലവട്ടം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട്. ഇവരെ മാറ്റി പാർപ്പിക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വേറെ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവരോട് വിളിച്ച് യോഗം ചേരുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇവിടെ ഒരു 30ഓളം പേരാണ് മുമ്പ് നമുക്ക് ലീസ്റ്റ് പ്രകാരം താമസിച്ചിരുന്നത്. ഇപ്പം മഴയും അതുപോലെ തന്നെ അവിടെ അവരെ പെരുന്നാളിൻ്റെയും ഭാഗമായിട്ട് അവർ മാറിയത് കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. മെഡിക്കൽ പരിശോധനകൾ നടത്താറുണ്ട്. ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഹെൽത്ത് ടീമും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടി എല്ലാ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളും പരിശോധിക്കാറുണ്ട്. അല്ല, ഇവരുടെ കെട്ടിടത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറയുന്നത്. അപ്പൊ അതിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഇത് പ്രാഥമിക ഈ കെട്ടിടം വളരെ പഴക്കമുള്ളത്, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനം. വളരെ പഴക്കമുള്ള ബിൽഡിങ്ങിൽ 10-17 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. ഇത് മഴയത്ത് എന്തായാലും കുറച്ച് ഭാഗം കുതിർന്നിട്ടാവും, ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഭാഗം മണ്ണുകൊണ്ട് കെട്ടിയതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറി അത് സോക്കാവുകയും അങ്ങനെ അത് മറിഞ്ഞ് വീണതാണ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം പര്യവസാനിച്ചപ്പോൾ പക്ഷേ പ്രതീക്ഷ അടഞ്ഞിരുന്നു. ഇല്ല, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അറിയാൻ പാടില്ല, ഇനി അവര് ഡോക്ടർമാർ ചെയ്യട്ടെ. ഇനിയിപ്പോൾ ആരും ഇല്ലെന്ന് തന്നെയാണല്ലോ അതല്ലേ നമ്മുടെ പറയണ 3 പേരെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇനി അറിയാൻ പാടില്ല, നമ്മൾ അത് നോക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുന്നുണ്ട്. ഓഫീസറുണ്ട് സാറ്.
പെരുമഴ വരും മുൻപ് പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ അറിഞ്ഞില്ലേ ആരും? കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങളിൽ തിരിഞ്ഞു നോക്കിയില്ലേ അധികാരികൾ? ഒരുപാട് പഴക്കം ചെന്ന ഒരു തറവാട് പോലത്തെ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. നല്ല മഴയുണ്ടായിരുന്നത് കാരണം ബിൽഡിംഗ് പൊളിയാണ് ചെയ്തത്. വലിയ സ്ലാബ് വീണിട്ടാണ് മരണപ്പെട്ടത്. നമ്മൾ ഇതുപോലത്തെ മഴയ്ക്ക് മുമ്പ് ഓൾറെഡി ഡേഞ്ചറസ് ആയിട്ടുള്ള ബിൽഡിംഗ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോട്ടീസ് കൊടുത്ത് അതിൻ്റെ നടപടികൾ നടന്നു വരുന്നുണ്ട്. അതൊരു ഭാഗം. കൂടാതെ തന്നെ ലേബേഴ്സ്, അതിഥി തൊഴിലാളി താമസിക്കുന്ന സ്ഥലങ്ങളുടെ സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റ് പോലീസും കൂടെ ചേർന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതൊക്കെ നോട്ടീസും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. ഈ ബിൽഡിങ്ങിന്റെ കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇവിടെ പറ്റിയെന്നുള്ളതും എന്തെങ്കിലും നടപടി ഇവിടെ അപാകത വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ഒരു കോൺട്രാക്ടറിന്റെ കീഴിൽ ഒരു 17 പേര് വന്നതാണ്. പല പല കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് അവരെയാണ് യൂസ് ചെയ്തുകൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ ഉദാസീനമായിട്ടാണ് പല മേഖലകളിലും കൈകാര്യം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോ ഇത്തരം അപകടാവസ്ഥയിലുള്ള ഒരു കെട്ടിടമുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാനായിട്ടുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. ഇപ്പൊ എനിക്കും ഈ പ്രേക്ഷകർക്കും ഒക്കെ അറിയാം എങ്ങനെയാണ് ആ മാർഗങ്ങളൊക്കെ നടപ്പിലാക്കുന്നതെന്ന്. അപ്പോ അത് എല്ലാ മേഖലകളിലും ഉണ്ട്. പല ശിരൂരുകൾക്കും സാധ്യതയുള്ള ഇടങ്ങൾ കേരളത്തിലുണ്ട്. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഈ ജൂലൈയിലുണ്ടാകുന്ന സ്പെല്ലുകളിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ മഴയൊന്നും അല്ല, ഇതൊരു ബ്രീഫ് സ്പെല്ലാണ്. ഇക്കൊല്ലം ഇതുവരെ മഴയെടുത്ത ജീവനുകളുടെ കൂട്ടത്തിൽ ഈ 3 അതിഥി തൊഴിലാളികൾ കൂടി. ഇതൊരവസാന സംഭവമാകട്ടെ. അപകടമുനമ്പിലുള്ള കെട്ടിടങ്ങൾ ഇനിയും ഒരു ജീവൻ എടുക്കാതെ നോക്കണം. കടലോരത്തും കഠിനമാണ് കാര്യങ്ങൾ. തിരുവനന്തപുരം പള്ളിത്തുറയെ കടൽക്ഷോഭം പാതി വിഴുങ്ങി. ഇനി എന്തെന്നറിയാതെ ചങ്ക് പിടഞ്ഞിരിക്കുകയാണവർ. കടലിന്റെ മക്കളോട് കളിച്ചാൽ കടലിന്റെ മക്കൾ വിവരം പഠിച്ചിരിക്കും. നിങ്ങൾ റോഡിൽ പോകത്തില്ല. നിങ്ങൾക്ക് കാറുണ്ടായിരിക്കും, AC ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് കടൽ വെള്ളമാണ്. ഞങ്ങൾക്ക് ഉപ്പുവെള്ളത്തിലെ രുചിയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഇന്ന് പതറിയാണ്. ഒരു തല ചാച്ച് കിടക്കാൻ ഞങ്ങൾക്ക് ഇടമില്ലാതെ. ഇന്നലെ വരെയും ഓരോ ഉദ്യോഗസ്ഥരും ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും വന്നു. പക്ഷെ ഇതുവരെ ഒരു ഇതും ഞാൻ കണ്ടിട്ടില്ല. അവരിന്നിപ്പം ചെയ്യാം, പിന്നീട് ചെയ്യാം, വരുന്നവരടുത്തൊക്കെ ഞാൻ പറഞ്ഞു 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് വിലപ്പെട്ടത്. ആ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ അവരൊന്നും ചെയ്യും. നാളെയാട്ടെ മറ്റന്നാളാട്ടെ എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ആരെയും ഈ സ്പോട്ടിന് ഞാൻ കണ്ടിട്ടില്ല. മക്കൾ തന്നെയാണ് നിന്ന് ഇതുവരെ ചെയ്തു പോകുന്നത്. പക്ഷെ അവർക്കുള്ളതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചാക്ക് വരെ ഞങ്ങൾ പൈസ കൊടുത്താണ് മേടിക്കേണ്ട അവസ്ഥ ഉണ്ട്. എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ, നാളെ എന്ന് പറയുന്നില്ല, ഈ നിമിഷം എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ഇനി ഞാനൊന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, വാക്കുകളില്ല, അത്രയേ ഉള്ളൂ. ഞായറാഴ്ച മുതൽ നിൽക്കുന്നതാണ്. ഞായറാഴ്ച മുതൽ ഈ നാൾ വരെ ഇത്ര ഇതായിട്ട് വെള്ളം കയറിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇത്ര ഇതിൽ ഒരു അപകട അവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പോൾ ഈ പിള്ളേരൊക്കെ മോൻ്റെ പിള്ളേരൊക്കെയാണ് ഇതിപ്പോൾ ഇവിടെ ഈ മണ്ണ് ഇതുമൊക്കെ എല്ലാം അടുക്കുന്നത്. പിന്നെ ഇത് ചാക്ക് കിട്ടാനായിട്ടാണ് ഭയങ്കര പാട്. പക്ഷെ എന്നാലും കുറേ പേരൊക്കെ സഹായിച്ച് കുറേ ചാക്കൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും നമ്മൾ പിന്നെയും കുടിക്കാനൊക്കെ കൊടുക്കണ്ടേ അവർക്ക്, അതിനുള്ള ഒരു ഇതുപോലെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. മാത്രമല്ല ഇപ്പം അതിനേക്കാളേറെ ഒന്നിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംരക്ഷിക്കേണ്ട എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. അതല്ല എങ്കിൽ ഞങ്ങൾക്ക് ഇനി വരും കാലങ്ങളിൽ ചിലപ്പോൾ ഇതിനേക്കാൾ രൂക്ഷമാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഈ നാളിതുവരെ ഇത്ര ഇതിൽ കയറിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരു ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കര മുതൽ കടൽ വരെ, പുഴയോരം മുതൽ മലയോരം വരെ പെരുമഴയെ പേടിച്ച് ഈ വർഷകാലം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവർ, ദുരിതപ്പെയ്ത്തിൽ ദുഃഖം പേറി ജീവിക്കുന്നവർ. കരുതലോടെ നേരിടാം നമുക്ക്. ഇക്കാലവും കടന്നു പോയേക്കാം.